തലസ്ഥാനത്തെ നിയന്ത്രിച്ചിരുന്ന രണ്ട് കുപ്രസിദ്ധ ഗുണ്ടാ തലവന്മാരാണ് ഓം പ്രകാശും എയർപോർട്ട് സാജനും. രാഷ്ട്രീയ നേതാക്കളുടെ തണലിലും പോലീസിന്റെ ഒത്താശയിലും വളർന്നു വന്നവർ. രണ്ടുപേരുടെയും സംഘങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഈഞ്ചക്കലിലെ നിശാ ക്ലബിൽ വെച്ച് ഏറ്റുമുട്ടലുണ്ടായിരുന്നു. കേസിൽ ഓം പ്രകാശും എയർപോർട്ട് സാജനും അറസ്റ്റിലായിരിക്കുന്നു. നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന ഓം പ്രകാശിനെ രാത്രിയോടെയാണ് പോലീസ് പിടികൂടിയത്. ബാറിലെ സംഘർഷത്തിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. നഗരത്തിൽ പോലീസ് രാത്രി പരിശോധന ശക്തമാക്കിയ വെള്ളിയാഴ്ചയായിരുന്നു ഈഞ്ചക്കലിലെ നിശാ ക്ലബിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ. ഡാൻസ് ബാറിലെ DJ പാർട്ടി തടസ്സപ്പെടുത്താൻ ഓം പ്രകാശും കൂടെയുണ്ടായിരുന്ന നിതിനും ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറയുന്നു. DJയിൽ പങ്കെടുത്തിരുന്ന ഡാനിയുമായാണ് ആദ്യം തർക്കമുണ്ടായത്. പിന്നാലെ ഡാനിയുടെ പിതാവ് എയർപോർട്ട് സാജന്റെ നേതൃത്വത്തിൽ വൻ സംഘമെത്തി. ഇരു സംഘങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ ഓം പ്രകാശിനും നിതിനും പരിക്കേറ്റു. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതോടെയാണ് ഫോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സാജൻ, ഡാനി, വലിയതുറ സ്വദേശി ബ്രിട്ടോ, തിരുമല സ്വദേശി അരുൺ എന്നിവർ ഉൾപ്പെടെ 10 പേരാണ് ആദ്യം അറസ്റ്റിലായത്. രാത്രിയോടെയാണ് ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തത്. ബാറിലെ സംഘർഷത്തിന്റെ അടുത്ത ദിവസം ഓം പ്രകാശും സംഘാംഗങ്ങളും മണിക്കൂറുകളോളം IFFK പ്രധാന വേദിയിലുണ്ടായിരുന്നു. ഇതിലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പാറ്റൂരിലെ വെട്ടുകേസിൽ ഓം പ്രകാശിനെ രക്ഷപ്പെടാൻ സഹായിച്ചവരെക്കുറിച്ചുള്ള അന്വേഷണവും പാതി വഴിയിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ഇയാളുടെ ബന്ധമാണ് ഇതിന് കാരണമെന്നാണ് ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം.